ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, നമുക്ക് പ്ലം കേക്ക് ചെയ്യാം. ഇവിടെ എഗ്ലെസ് പ്ലം കേക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം അല്പം നട്ട്സ്, ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും, നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂടെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. വേഗം തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിനാവശ്യമായ കാരമലൈസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പിൻ്റെ കേക്കാണ് ചെയ്യുന്നത്. 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊന്നും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. അല്പം നേരം ഇരിക്കുമ്പോൾ ഇതുപോലെ പഞ്ചസാര അലിഞ്ഞു തുടങ്ങും. ഇപ്പം നടുഭാഗം മുഴുവൻ അലിഞ്ഞ് ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ചുറ്റുഭാഗത്ത് നിന്ന് അത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ആദ്യം പഞ്ചസാരയെല്ലാം നല്ല പോലെ ഒന്ന് അലിഞ്ഞു വരണം. ഈ സമയമൊക്കെ നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഇതുപോലെ അലിഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം മാക്സിമം മിനിമത്തിൽ വെച്ച് കൊടുക്കുക. പഞ്ചസാര ഇപ്പോൾ നല്ല പോലെ കളറൊക്കെ മാറി പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മുഴുവനായി ചേർത്ത് കൊടുക്കുന്നില്ല, ആദ്യം അല്പം ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് പൂർണ്ണമായും അതൊന്ന് കട്ടിയാവുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അതൊന്ന് ലൂസായിക്കോളും. അത് പൂർണ്ണമായും നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് അല്പനേരം കഴിയുമ്പോൾ ഇതുപോലെ ഒന്നുകൂടി അതൊന്ന് കുറുകി വരും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം, ഇത് മാറ്റി വയ്ക്കാം. ഇത് നല്ലപോലെ ഒന്ന് തണുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായ പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്കായ, ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പറഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്, റൂം ടെമ്പറേച്ചർ. മുഴുവനായി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് നമുക്കിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം, ചിലപ്പോൾ ഈ ഗ്രാമ്പും ഇതിലെയൊക്കെ പൊടി നല്ലപോലെ പൊടിഞ്ഞില്ലെങ്കിൽ അതിങ്ങനെ കിടക്കാതെ നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. അതിനുശേഷം അത് വീണ്ടും അതേ ബൗളിലേക്ക് ഇട്ട് നല്ല പോലെ നമുക്ക് ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചാൽ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര നല്ല പോലെ അലിഞ്ഞ ശേഷം അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർക്കാം, സൺഫ്ലവർ ഓയിലോ ഏതാണ് താല്പര്യം വെച്ചാൽ അത് ചേർക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നീട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയെടുക്കാം. നമ്മളിട്ട 1 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ പൊടി മാറ്റിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല മോയ്സ്ചറായിട്ട് നമ്മുടെ കേക്ക് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനായിട്ടാണ് 2 കപ്പ് കോൺഫ്ലോർ ചേർത്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ അതൊന്ന് അരിച്ചെടുക്കാം. അത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോറും മൈദയും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇതെല്ലാം നല്ല പോലെ മിക്സാക്കി നമുക്ക് കിട്ടണം. അതിന് വേണ്ടി നല്ല പോലെ നമുക്ക് ഏകദേശം ഒരു മിനിറ്റോളമൊക്കെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം മിക്സ് ചെയ്ത് വെച്ച പാല്, പഞ്ചസാര, ബട്ടർ ചേർത്ത് അതിലേക്ക് ഈ പൊടി അല്പാൽപമായി ഇട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം.
ആദ്യത്തെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ഈ ബാറ്റർ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അരക്കപ്പ് പാലെടുത്തത് മുഴുവൻ ആദ്യം ചേർക്കണം. ഞാൻ മാറ്റി വെച്ചല്ലോ, അതുപോലെ നിങ്ങൾ മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമലൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര വെച്ച് ചെയ്തതാണ്. അത് തണുത്തപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വരും. അത് മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു കളറ് കിട്ടും. നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, പഞ്ചസാര കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയ കയ്പ്പ് രസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് കാരമലൈസ് ചെയ്യാനായിട്ട്. നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട്. അത് ഗ്രീസ് ചെയ്ത് വെച്ച ഏത് പാത്രത്തിലേക്കാണോ നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതൊന്ന് ടാപ്പ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു പാത്രം, ഏതിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റോളം ചൂടായ ശേഷം നമുക്ക് അത് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് മുമ്പായിട്ട് അല്പം മുന്തിരിയും കറുത്ത മുന്തിരി അണ്ടിപ്പരിപ്പ് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടായ പാത്രത്തിലേക്ക് മാറ്റാം. അത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഈ കേക്ക് ഏകദേശം ഒരു 40-50 മിനിറ്റോളം എടുക്കും പ്ലം കേക്ക് ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആയോ എന്ന് നോക്കാം. ഇല്ല, അത് അതിൽ വന്നിട്ടുണ്ട്. അല്പം കൂടി ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. അത് നമുക്ക് സെൻറ്ററിൽ തന്നെ നോക്കാം. നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി സൈഡ് കൂടെ ഒന്ന് നോക്കാം. ക്ലിയറായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് തയ്യാറായി. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അതിൽ നിന്ന് മാറ്റി വയ്ക്കാം. നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിത് കഷ്ണങ്ങളാക്കി മാറ്റാം. നമ്മുടെ എഗ്ലെസ് പ്ലം കേക്ക് തയ്യാറായി.